മോളെ നീ സമാധാനമായിട്ട് നോക്ക്. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഇല്ല ബാലച്ച, ഞാൻ നോക്കിയതാ. ദേ ഇവിടെ നോക്കിയതാ. ആ 5000 രൂപയുടെ കണക്ക് ഞാൻ എവിടെ എഴുതിയിട്ടില്ല. ചേടാ, പിന്നെ ആ കാശ് എങ്ങോട്ട് പോയി? എനിക്കറിയില്ല. എനിക്കറിയില്ല അമ്മ. ഏയ്, അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേവി. സ്റ്റോറിലെ കണക്കേ 1 രൂപ കുറയാതെ കൃത്യമായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാ ദേവി. അതെ ആനന്ദേട്ടാ, അത് എന്റെ ഉത്തരവാദിത്ത. ഈ കണക്ക് മാത്രമാ ശരിയാവാത്തെ. ഏട്ടത്തി ടെൻഷൻ അടിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അല്ല മീനു എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പോന്നെ? ആനന്ദേട്ടാ, ഏട്ടത്തിക്ക് എന്തോ കണക്ക് തെറ്റിപ്പോയതല്ലേ? അതുകൊണ്ട് മീനു 5000 രൂപ ദേവിക്ക് കൊടുക്കോ? എടാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെയുള്ള പിഴവുകളൊക്കെ സംഭവിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ? അത്രേ ഉള്ളൂ. അമ്മേ, കണക്ക് കൂട്ടുമ്പോൾ സംഭവിക്കുന്ന ഈ പിഴവുകള് അത്ര നിസ്സാരമാണെങ്കില് നമുക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമായിരുന്നോ? ബാലച്ച, ഇതെന്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാ. എന്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ ബാലച്ചന പൈസ കുറച്ചോളൂ. ആ കാര്യം ബാലച്ച സമ്മതിച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടൂ. ശരി, ദേവിയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ അങ്ങനെ സമ്മതിക്കാം. പോരെ? അതുകൊണ്ടായില്ലല്ലോ അച്ഛാ. പണം മോഷ്ടിച്ച ആരാണെന്ന് കണ്ടെത്തണ്ടേ? മോഷണോ? എന്താ മോഷ്ടിച്ചെന്നോ? പിന്നല്ലാതെ ആ പണം വെറുതെ നഷ്ടപ്പെട്ടതല്ല. അതാരെ മോഷ്ടിച്ച തന്നെയാ. ഏട്ടൻ എന്താ ഈ പറയുന്നത്? നമ്മുടെ കടയിൽ നിന്ന് ആര് മോഷ്ടിക്കാനാ? അന്ന് 25,000 രൂപ നഷ്ടപ്പെട്ടപ്പോ അത് മാമൻ എടുത്തതാണെന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു. അന്ന് നടന്ന അതേ കാര്യം തന്നെയാ ഇന്നിപ്പോ നടന്നിരിക്കുന്നത്. ഈ തുക കുറഞ്ഞു പോയതുകൊണ്ട് മോഷണം അല്ലാതാവുന്നില്ലല്ലോ. ആനന്ദേ, നീ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ചുറ്റി വളയ്ക്കാതെ തെളിച്ചു പറ. ഇക്കാര്യം അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അച്ഛാ. കഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞാലേ എല്ലാവർക്കും കാര്യം പിടികിട്ടുള്ളൂ. കഥയോ? എന്ത് കഥ? പറയാം. അതിനുമ്പേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. മാമനിപ്പോ ഗോമതി സ്റ്റോറിൽ വരാറില്ല. പിന്നെ ആരായിരിക്കും ആ പണം മോഷ്ടിച്ചത്? ഏട്ടാ, നടന്നത് മോഷണമാണെന്ന് ഏട്ടൻ അങ്ങ് ഉറപ്പിച്ചോ? ആ അതെ, 5000 രൂപ ഒരാൾ മോഷ്ടിച്ചത് തന്നെയാ. മോഷ്ടിച്ച ആളുണ്ടല്ലോ, അതാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആളുടെ പേര് പറഞ്ഞാ നിങ്ങൾ ആരും ഒരിക്കലും വിശ്വസിക്കത്തുമില്ല. കടയിൽ നിന്ന് നഷ്ടപ്പെട്ട പണം മോഷണം പോയതാണോന്ന് ഉറപ്പില്ല. ശരി, ഇനി നീ പറയുന്നത് അംഗീകരിച്ചെന്ന് വെച്ചോ. ആ പണം മോഷ്ടിച്ചത് ആരാ? അപ്പോ ആളുടെ പേര് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ലെന്നല്ലേ നീ പറഞ്ഞു? അപ്പോ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളായിരിക്കണമല്ലോ നിന്റെ മനസ്സിലുള്ളത്. പറ, ആരാന്ന് പറ. ആ പണം മോഷ്ടിച്ചത് മറ്റാരുമല്ല, ദേ ഇവളുടെ തന്തയാ, ഉദയഭാനു.
അച്ഛനെ കുറിച്ചാണോടാ നീ പറഞ്ഞത്? എല്ലാത്തിനും ഒരു അതിരുണ്ടടാ. ദേ, വായിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ആനന്ദേട്ടാ, ഇത് കുറച്ചു കൂടിപ്പോയി. ആനന്ദേട്ടൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഉദയഭാനു സാറിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനൊരു കള്ളം പടച്ചുവിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? ആനന്ദേ, നീ കുടിച്ചിട്ടുണ്ടോ? അച്ഛാ, ഞാൻ കുടിച്ചിട്ടില്ല. നല്ല ബോധത്തിൽ തന്നെ സംസാരിക്കുന്നേ. ചേച്ചി, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ വെറും പച്ച കള്ളങ്ങളാ. അയാള് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. ആനന്ദേ, ഉദയഭാനു സാറിനെ കുറിച്ചൊരു അക്ഷരം നീ മിണ്ടരുത്. അച്ഛാ, അയാളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല. ഉദയഭാനു അങ്കിളിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടില്ലേ? ആരാ പറഞ്ഞത്? അന്വേഷിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ അങ്കിളിന്റെ കാര്യത്തിൽ ഇവനൊരു സംശയം പറഞ്ഞിരുന്നു. അന്ന് മാമനും ഞാനും അങ്കിളിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയിരുന്നു. ഉദയഭാനു അങ്കിൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അന്ന് ബോധ്യപ്പെടുകയും ചെയ്ത. മിക്കവാറും നിങ്ങളന്ന് അയാളെ കുറിച്ച് അന്വേഷിച്ചത് അയാളോട് തന്നെയായിരിക്കും. അല്ലാതെ അയാളെ പോലെ ഒരാളെ കുറിച്ച് ആരും നല്ലൊരു അഭിപ്രായം പറയില്ല. അയാള് കള്ളനാണ്. പേരും കള്ളൻ. നിങ്ങൾക്ക് ആർക്കും അയാളെ കുറിച്ച് മനസ്സിലായിട്ടില്ല. അയാള് കള്ളനാണ്. പേരും കള്ളൻ. നിങ്ങൾക്ക് ആർക്കും അയാളെ കുറിച്ച് മനസ്സിലായിട്ടില്ല. ആനന്ദേ, എടാ, നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അച്ഛാ, എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിഞ്ഞ വേണ്ട. ഞാനെന്തിനാ നിങ്ങളെല്ലാരും കൂടെ വിഷമിപ്പിക്കുന്നേ? ആനന്ദേ, നീ പറഞ്ഞേ പറ്റൂ. ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ വെച്ച് നീ അവളുടെ അച്ഛനെ അപമാനിച്ച് സംസാരിച്ചു. ഒരു മകൾക്കും അത് സഹിക്കാൻ കഴിയില്ല. ഉദയഭാനു സാറ് കള്ളനാണെന്ന് നീ വിളിച്ചു കൂവിയല്ലോ. എന്ത് അടിസ്ഥാനത്തിലാ നീ അത് പറഞ്ഞത്? അമ്മയ്ക്കും അച്ഛന് തെളിവ് വേണോ? ഞാൻ തെളിവ് തരാം. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ ചുറ്റിന് സംഭവിക്കുന്നുണ്ട്. ഇത്രയും കാലം എല്ലാം ഞാൻ മനസ്സിൽ അടക്കി പിടിച്ചു. എനിക്കിനി വയ്യ. ഇനിയെങ്കിലും എല്ലാരും എല്ലാം അറിയണം. ആനന്ദേട്ടാ, നിങ്ങൾ കണ്ടില്ലേ? അവളെന്റെ മുമ്പിൽ നിന്ന് കെഞ്ചുന്ന കണ്ടില്ലേ? ഇപ്പോഴവളെ രക്ഷിക്കാൻ നോക്കുന്ന ആരെന്നറിയാവോ? അവളെ, അവളുടെ കുടുംബത്തിനെ. ഞാൻ അനുഭവിക്കുന്ന വേദന, എന്റെ മനസ്സിലെ നീറ്റല്, കുറെ നാളായിട്ട് ഞാൻ ഉറങ്ങാറില്ല. ഉറങ്ങാനായിട്ട് എനിക്ക് പറ്റാറുമില്ല.
അവക്കൊരു വിഷയമല്ല. അവൾ ഇപ്പോഴും എന്നോട് കെഞ്ചുന്നു. ഒന്നും പറയരുത്, ആരും ഒന്നും അറിയരുത്. അറിയാതെ പിന്നെ എല്ലാം ഞാൻ എന്റെ ഉള്ളിലിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണമല്ലേ? എനിക്ക് പറ്റാണ്ടായി. ഇനി ഈ വേദന സഹിച്ച് ചിലപ്പോ ഞാൻ ചങ്ക പൊട്ടി ചത്തുപോകും. എനിക്ക് അത്രയും വയ്യാണ്ടായി. മോനെ, മോനെ, ഇത്രയും വലിയ എന്ത് സങ്കടമാണ് നീ നിന്റെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്നത്? പറ മോനെ, നിന്റെ ഉള്ളിൽ നീട്ടുന്ന ആ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇല്ലമ്മേ, ഒന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞു പോയതാ. എനിക്കൊരു പ്രശ്നവുമില്ല. ഏയ്, അങ്ങനെയല്ല. എന്തോ ഉണ്ട്. ഏട്ടൻ ഞങ്ങളിൽ നിന്നൊക്കെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതെ ആനന്ദേട്ടാ, ഇനി ഏട്ടനൊന്നും വിളിക്കാൻ നോക്കണ്ട. ആനന്ദേട്ടാ, നമ്മുടെ കുടുംബത്തിൽ ആർക്ക് എന്ത് വിഷമം വന്നാലും നമ്മളെല്ലാരും ഒന്നിച്ചു നിൽക്കില്ലേ? ഇന്ന് വരെ അങ്ങനെയല്ലേ? ഏട്ടന്റെ പ്രശ്നം എന്താണെന്ന് ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ. അതെ ആനന്ദേട്ടാ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കൊരു വഴി കണ്ടെത്താം. ആ, ഏട്ടൻ ധൈര്യമായിട്ട് പറയേ. ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് പരിഹാരം കാണാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല. ഏട്ടനിപ്പോ വലിയൊരു കുഴിയില. അവിടെ നിന്ന് എങ്ങനെ കരകയറുമെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതം അതെന്റെ കയ്യിൽ നിന്ന് പോയി. നീ എന്താ മോനെ പറഞ്ഞു? നിന്റെ ജീവിതം കയ്യിൽ നിന്ന് പോയെന്നോ? എടാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? എന്തിനാ മോനെ നീ ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കുന്നേ? അല്ല, നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ ഒന്ന് പറയേ. അമ്മേ, എനിക്കത് പറയാൻ പറ്റില്ല. എന്ത് പറയാൻ പറ്റാത്തത്? അതറിയുമ്പോ നിങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. എടാ മോനെ, നിന്നെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം നിന്റെ ഉള്ളിലുണ്ട്. നീയാണെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാവുന്നുമില്ല. ഞങ്ങളുടെയൊക്കെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കോ എന്റെ അച്ഛനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവോ? വേണ്ടമ്മേ, ആരും ഒന്നും അറിയണ്ട. ദയവ് ചെയ്ത് എന്നെ അതിന് നിർബന്ധിക്കണ്ട. ഇല്ലടാ, പറഞ്ഞേ പറ്റൂ. ദേ, നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. പറയേ. അച്ഛാ, എനിക്കത് പറയാൻ പറ്റില്ല അച്ഛാ. അച്ഛാ, ആനന്ദേ, എടാ ആനന്ദേ, എടാ, അയ്യോ, എന്റെ പൊന്നു മോനല്ലേടാ. പറയടാ, എന്താ കാര്യം പറ. പറയടാ മോനെ. എടാ, നീ ഇങ്ങനെ തകർന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലേ അത് ചെറിയൊരു കാര്യമല്ല. പറ.
എന്താ നിന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത്? മോനെ, എടാ എടാ നിനക്ക് ഞങ്ങളുണ്ട്. ആ, ദേ, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും താങ്ങായിട്ടും തണലായിട്ടും ഞങ്ങളുണ്ട്. ഞാനത് പറഞ്ഞ നിങ്ങളുടെയൊക്കെ സങ്കടം ഞാൻ കാണേണ്ടി വരും. എന്താ? നിങ്ങളൊക്കെ തകർന്നു പോകുന്നത് വെറും നിസ്സഹായനായി എനിക്ക് നോക്കി നിൽക്കേണ്ടി വരും. ശരി. അതിനേക്കാളൊക്കെ എന്നെ വേദനിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ അച്ഛൻ ഒരു തെറ്റുകാരനെ പോലെ എല്ലാവരുടെയും മുന്നില് തലകുനിച്ച് നീക്കേണ്ടി വരും. ഇല്ല അച്ഛാ, എനിക്കത് കാണാൻ കഴിയില്ല. മോനെ, ഏട്ടാ ഏട്ടനിപ്പോ എന്താ പറഞ്ഞ? നമ്മുടെ അച്ഛൻ തെറ്റുകാരനായിട്ട് നിൽക്കേണ്ടി വരുമെന്നോ? അതിന് മാത്രം എന്ത് കാര്യം ഏട്ടാ ഏട്ടൻ ഇത്രയും നാളും ഉള്ളിൽ കൊണ്ട് നടന്നേ? ആനന്ദ്, പറയടാ. ഇനി ഒന്നും നീ ഞങ്ങളെ ഇന്ന് ഒളിക്കരുത്. അനന്തേട്ടാ, അതെ പ്ലീസ്, നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. പക്ഷെ ഇവിടെ ഉള്ളവരെ വിഷമിപ്പിക്കല്ലേ. ഇവിടെ ഉള്ളവരെ വിഷമിപ്പിക്കരുതെന്നോ? ഇപ്പോഴും നീ അതാ പറയുന്നേ? ഇപ്പോഴും നീ സത്യം പറയുന്നില്ല? അനന്തേട്ടാ പ്ലീസ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഞാൻ കള്ളം പറയണോ? പറയടി. നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഞാൻ കള്ളം പറയണോന്ന്? അതല്ലേടി നീ ഇപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആനന്ദേ, എന്താ മോനെ ഇത്? ആദ്യം ഉദയഭാനു സാറിനെ കുറിച്ച് നീ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ ദേവിമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. എടാ മോനെ, ദേവിമോള് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? കുഞ്ഞു നഷ്ടപ്പെട്ട അന്ന് മുതല് ദേവി നീ ശത്രുവിനെ പോലെ കാണുന്നത്. മോനെ, ഇനിയെങ്കിലും നീ ഒന്ന് സത്യം മനസ്സിലാക്ക്. ആ കുഞ്ഞു നഷ്ടപ്പെടാൻ ദേവിമോൾ ഒരിക്കലും കാരണമായിട്ടില്ല. മോനെ, അതെ, അന്ന് നടന്ന കാര്യങ്ങൾ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതാ ഞങ്ങള്. മോനെ, നീ തെറ്റിദ്ധരിക്കുന്ന പോലെ ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ വേണ്ടി ദേവി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. എടാ, ദേവിമോള് നിരപരാധിയാ. ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ദേവിമോളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നിന്റെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടും. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോ ആ നഷ്ടത്തിൽ അച്ഛനേക്കാൾ വേദനിക്കുന്നത് അമ്മയാ. നിന്റെ മനസ്സിലെ വേദനയും വിങ്ങലൊന്നും ദേവി കാരണം സംഭവിച്ചതല്ല. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല. മതി, നിർത്ത്. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരി ഇവളല്ലെന്ന് ഓരോരുത്തരും മാറി മാറി പറഞ്ഞല്ലോ. ശരി, ആയിക്കോട്ടെ. പക്ഷേ ഇവളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്നത്. ആ നിങ്ങളോടൊക്കെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്കെല്ലാം ഇവളെക്കുറിച്ച് എന്തറിയാം? അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ അമ്മയുടെ ഈ മോള് നിരപരാധിയാണെന്ന്. മരുമോളെ പോലെയല്ല, സ്വന്തം മകളെ പോലെയല്ലേ അമ്മ സ്നേഹിക്കുന്നേ? അല്ല, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ അമ്മ ഇവളെ സ്നേഹിച്ചു. പക്ഷെ അമ്മേ, അങ്ങനെ അമ്മ സ്നേഹിക്കുന്ന ഈ ദേവിയെ കുറിച്ച്
അമ്മയ്ക്ക് എന്തറിയാം? മീനാക്ഷി, മിത്രേ, നിങ്ങളുടെ ഈ ഏട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആ, ദേ നിൽക്കുന്നു എന്റെ അനിയന്മാര്. പറടാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഏട്ടത്തെക്കുറിച്ച് എന്തറിയാം? പറ. അനുക്കുട്ടി, നിന്റെ ഈ ഏട്ടത്തി എന്തുവരെ പഠിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? അമ്മയ്ക്കറിയോ? അത് അച്ഛനറിയോ? മീനു, നിനക്കറിയോ? ഏട്ടത്തി എം എ ലിറ്ററേച്ചർ അല്ലേ? എം എ ലിറ്ററേച്ചർ. ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചേ. അല്ല, നമ്മളെ എല്ലാരെയും ഇവൾ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. അമ്മയുടെ ഈ ദേവി മോളെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സത്യമേത്? അമ്മയുടെ ഈ ദേവി മോളെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്താ നീ പറഞ്ഞേ? അതെ, അതാണ് റിയാലിറ്റി. 10ാം ക്ലാസ്സോ? ആനന്ദേ, അച്ഛന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അച്ഛ വിശ്വസിച്ചേ പറ്റൂ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവിമോള് ഹോട്ടലിൽ ജോലിക്ക് പോയിന്നോ? ഏട്ടൻ എന്തിനാ ഈ ഹോട്ടൽ ജോലിക്കൊക്കെ പോയത്? ഏട്ടത്തിന്റെ അച്ഛനോടൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് നിന്നെയാ. ഇവനീ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.